നമസ്കാരം, ജ്യോതിർഗമയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മഴയൊക്കെ നല്ലോണം അടച്ചു പിടിച്ച് പെയ്യാണ് അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു ചൂടുള്ളൊരു സാധനമായാലോ? ഒരു സൂപ്പ്. വെജിറ്റബിൾ സൂപ്പുകളിൽ വെച്ച് ഏറ്റവും നല്ലത് ഏതാണ്? മിക്സ് വെജിറ്റബിൾ സൂപ്പാണ്. അപ്പോൾ ഒരു മിക്സ് വെജിറ്റബിൾ സൂപ്പ് എങ്ങനെ വീട്ടിൽ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഹൗ ടു പ്രിപ്പയർ എ മിക്സ് വെജിറ്റബിൾ സൂപ്പ് ഇൻ അവർ ഹോം വെരി ഈസിലി, അല്ലെങ്കിൽ റെസിപ്പി ഓഫ് മിക്സ് വെജിറ്റബിൾ സൂപ്പ് ഇൻ മലയാളം. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മിക്സ് വെജ് സൂപ്പ് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, തക്കാളി, ഫ്രഞ്ച് ബീൻസ്, കാബേജ്. ഇതാണ് 4 പ്രധാനമായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ റെസിപ്പി കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, മല്ലിയില, പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ 2 ബേ ലീഫ്. ഇത്രയും സാധനങ്ങളാണ് മിക്സ് വെജ് സൂപ്പ് ഉണ്ടാക്കുവാനായിട്ട് നമ്മളിന്ന് എടുക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ, അത്ര ഇട്ടിട്ടില്ല, ബട്ടർ നമ്മൾ ഇടുകയാണ്, വെണ്ണ ഇടുകയാണ്. അപ്പോൾ അതൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചിയാണ് ആദ്യം വഴറ്റി തുടങ്ങുന്നത്. അപ്പോൾ ഇഞ്ചി ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ഇടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് സവാളയാണ്. സവാള അരിഞ്ഞു വെച്ചതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ സവാള ഇങ്ങനെ വാടി വരും. അപ്പോൾ സവാള വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഈ സാധനങ്ങളെല്ലാം നുറുക്കിയേക്കുന്ന രീതി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓരോന്നും ഓരോ രീതിയിലാണ് നുറുക്കിയേക്കണേ. ഇപ്പോൾ നമ്മളിവിടെ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാബേജും ഇതെല്ലാം കൂടെ കൂടി നല്ലോണം ഒന്ന് വഴറ്റാം. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ അരിഞ്ഞേക്കണത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും ബട്ടർ ഏകദേശം തീർന്നു. അപ്പോൾ നമ്മളൊരു കുറച്ച് ബട്ടർ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട് മൊത്തം. ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് നമ്മുടെ ഫ്രഞ്ച് ബീൻസാണ്. ഫ്രഞ്ച് ബീൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നാരില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് ബീൻസ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കളറും കൂടുതലാണ് ഇതിന്. അപ്പോൾ ഫ്രഞ്ച് ബീൻസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇതെല്ലാം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ബീൻസ് ഒന്ന് പതുക്കെ വാടാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ഇനി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇടുക. ക്യാരറ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് നന്നായി വാടി വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവസാനം ചേർക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളിയാണ്. അപ്പോൾ തക്കാളി കുറച്ചുകൂടെ വലിയ സൈസിലാണ് നമ്മൾ നുറുക്കിയേക്കണത്. പക്ഷേ അതൊന്ന് വാടി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി അങ്ങനെ ചേർത്തേക്കണത്. ഇതിനി നമുക്ക് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാനുള്ളതാണ്. ഒരു ഹാഫ് ബോയിൽഡ് കണ്ടീഷനിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അത്രയും നേരം വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 3 ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബേ ലീഫും കൂടെ ഇതിലേക്ക് കിടന്നിട്ടൊന്ന് ചൂടായിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇളകി വരാൻ പാകത്തിന് ഒന്ന് ബട്ടറൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് ഒന്നും കൂടെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ബേ ലീഫ് ഒന്ന് വാടി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് മൂടി കിടക്കാൻ പാകത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അതിലെ ബട്ടർ, അതിൻ്റെ ആ ഓയിൽ ട്രേസസ് ഒക്കെ അതിൻ്റെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതിലേക്ക് നമ്മളിനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മളിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. എന്നിട്ട് ഏകദേശം 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അത് നമ്മളൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കോൺഫ്ലോർ നമുക്കൊന്ന് കലക്കിയെടുക്കാം. കോൺഫ്ലോറോ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ചേർത്താലും മതി. നമുക്കൊന്ന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി തരിയില്ലാണ്ട് എടുത്തു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി. അപ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ലോണം കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ അതിൻ്റെ വേവ് നോക്കി. അപ്പോൾ വേവും ഉപ്പും ഒന്ന് നോക്കാം. അപ്പോൾ വേവ് നോക്കിയപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ആവാതുകൊണ്ട് നമ്മളൊരു 3-4 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. വീണ്ടും നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോർ വെള്ളം ചേർക്കുകയാണ്.
ഇപ്പോൾ കോൺഫ്ലോർ കലക്കിയത് നമ്മൾ അതിലേക്ക് ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ 2-3 ചെറിയ ഇതളുകൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇളക്കുക. അപ്പോൾ അതങ്ങനെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യണതിന് മുമ്പ് നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. വെള്ളം നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പും കുരുമുളകും നോക്കുക, ടേസ്റ്റ് നോക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇതിൽ നിന്ന് ആ ബേ ലീഫ് എടുത്ത് മാറ്റാം. ബേ ലീഫ് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, വേവ് കൂടി പോകരുത്. ഈ വെജിറ്റബിൾസിൻ്റെ വേവ് നമുക്ക് കൂടി പോകരുത്. അത് നമുക്ക് ചെറുതായിട്ട് കടിക്കണം, എന്നാൽ മാത്രമേ അതിനാ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ മിക്സ് വെജിറ്റബിൾ സൂപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് നമുക്ക് മാക്സിമം വേണ്ടത് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 20 മിനിറ്റ് മാത്രം, 20-25 മിനിറ്റ് സമയം മാത്രം മതി. അപ്പോൾ ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം 8 പേർക്കുള്ള സൂപ്പാണ്. സൂപ്പ് ടേസ്റ്റി മാത്രമല്ല, കളർഫുൾ മാത്രമല്ല, ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. കാരണം ഒരുപാട് പച്ചക്കറികൾ നമ്മൾ ഹാഫ് ബോയിൽഡ് കണ്ടീഷനിലാണ് ഇതിലുള്ളത്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊരു മിക്സ് വെജിറ്റബിൾ സൂപ്പ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഹൗ ടു പ്രിപ്പയർ എ മിക്സ് വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ മിക്സ് വെജിറ്റബിൾ സൂപ്പ് റെസിപ്പി ഇൻ മലയാളം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഈ വെജിറ്റബിൾ സൂപ്പ് ഈ വർഷക്കാലത്ത് ഉണ്ടാക്കി കുട്ടികൾക്കോ മുതിർന്നവർക്കോ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി തുറന്നെഴുതുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.